ബോളിൽ നൂലിനൊക്കെയുള്ളൊരു റൗണ്ട് നെക്ക് ഡിസൈൻ തയ്ച്ചെടുത്തത്. ഈ റൗണ്ട് നെക്ക് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കളറുള്ള നൂലാണ് എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ചെയിൻ ഇട്ട് വയ്ക്കണം. ഞാൻ ഈ നെക്ക് ഡിസൈനിൽ 130 ചെയിനാണ് ഇടുന്നത്. 130 ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പ് റൗണ്ട് നെക്കിന് വേണ്ട ചെയിനുകളാണ്. ആദ്യം 130 ചെയിൻ ഇട്ട് വയ്ക്കും. ഞാൻ 130 ചെയിൻ ഇട്ട് വെച്ച് ഇനി അടുത്ത് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നോക്കുക ഡബിൾ ക്രോഷ്യ ചെയ്ത്. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് 3 ചെയിനിടുക. ചെയിനിട്ട് നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. മുടിയില്ല. നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ. ഇവിടെ അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തു. ഈ നാലാമത്തെ ഡബിൾ ക്രോഷ്യ വരുന്ന സമയത്ത് ആ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്താലേ ഈ റൗണ്ട് ശരിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഈ റൗണ്ട് ശരിയായി വരില്ല. അതിനെക്കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. നാലാമത്തെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. മൂന്ന് ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് പിന്നത്തേൻ്റെ മുകളിൽ നിന്ന് നാലാമത്തെ ഡബിൾ ക്രോഷ്യ വരുമ്പോൾ ആ ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ അത് നല്ല റൗണ്ടായിട്ട് കിട്ടും. റൗണ്ട് നെക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നെക്ക് റൗണ്ടായിട്ട് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കും. പിന്നെ അടുത്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെതിയറ്റം വരെ ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇതൊരു റൗണ്ടായി ഷേപ്പിൽ വരും. ഈ റൗണ്ട് വരെ 2 സൈഡ് ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. ഇത് റൗണ്ടായിട്ട് ഇത് കിട്ടി. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചോദിച്ചാൽ അത് ഇവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് അവിടുത്തെ ഇതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് എന്നിട്ട് 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ 2 ചെയിൻ ഇടുക. അതിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ചെയിനിൻ്റെ മുകളിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കുക. അതേമാതിരി വന്നു. ഇനി അടുത്ത് 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതെവിടെ 3 എണ്ണം ഒഴിവാക്കുക. 1 2 3 4 എണ്ണം. 5-ാമത്തേൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. രണ്ട് ചെയിനുണ്ട്. ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ആ ചെയിനിൻ്റെ ഉള്ളിൽ തന്നെ വേണം ചെയ്യണമെങ്കിൽ
അതേമാതിരി വന്നു. ഈ അടുത്തത് ഇപ്പം നാലെണ്ണം ചെയ്തിട്ടുണ്ട്. ഡബിൾ ക്രോഷേറ്റിൽ ഇട്ട് വെച്ചിട്ട് അഞ്ചാമത്തേൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ 3 ചെയിൻ ഇട്ടിട്ടുണ്ട് അവിടെ. അതേമാതിരി തന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് 4 ഡബിൾ ക്രോഷേ ഒഴിവാക്കി അഞ്ചാമത്തേൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്തെടുക്കുക. ചെയിൻ 2 ചെയിനിൽ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്തു. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. ഇതുവരെ ചെയ്തെടുത്ത സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ, ഇതുവരെ ഇങ്ങനെ ചെയ്തെടുത്തു. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് വേറെ കളർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ കളർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ കളർ നൂല് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ചെയ്തിട്ട് എവിടെ ഈ ഇതുണ്ടല്ലോ, ഈ 2 ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷയിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് സിംഗിൾ ക്രോഷേ ഉണ്ടോ. സിംഗിൾ ക്രോഷേ കഴിഞ്ഞ് 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേയിൽ പിന്നെ ഈ ഗ്യാപ്പ് ചെയിനിട്ട് വെച്ച ഗ്യാപ്പിൻ്റെ അകത്ത് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക ആദ്യം. വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഡബിൾ ക്രോഷേ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. അപ്പോൾ 3 എണ്ണമായി ടോട്ടൽ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അവിടെ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. ഉണ്ടോ. പിന്നെ ഈ 2 എണ്ണത്തിൻ്റെ അകത്ത് ഈ ഒന്നിൻ്റെ മുകളിൽ മാത്രം ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഉണ്ടോ. അതേമാതിരി വന്നു. ഈ അടുത്ത ഇവിടെ ചെയിൻ ഇട്ടില്ലേ, അതേമാതിരി തന്നെ 3 ചെയിൻ ഇടുക. ഇവിടെ ഈ 2 എണ്ണത്തിൻ്റെ അകത്ത് ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അല്ല, രണ്ടാമത്തേൻ്റെ മുകളിൽ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. 2 ചെയിൻ ഇടുക. വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയ്തത്. പിന്നെ അവിടെ ഒരു ചെയിനിൻ്റെ ഉള്ളത് ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇതേമാതിരി വന്നു. ഇനി അടുത്ത ഇതിൻ്റെ മാതിരി തന്നെ 3 ചെയിൻ ഇടുക. അതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചൂടടിക്കുന്നത്. പിന്നെ ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ. പിന്നെ വീണ്ടും 2 ചെയിൻ ഇടുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ. പിന്നെ അവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ. ഇതേമാതിരി ഇതേമാതിരി ചെയ്തെടുത്ത മാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് ഇതുവരെ കൊണ്ടുവരണം.
അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് തേച്ചെടുക്കുന്നുണ്ട്. അടുത്ത റൗണ്ട് ചെയ്യുന്നത്, അടുത്ത റൗണ്ടിൽ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അത് അവിടെ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ 3 ഡബിൾ ക്രോഷ്യയിൽ ഫസ്റ്റത്തെ ഒഴിവാക്കുക. ഫസ്റ്റത്തെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ്റ് ആക്കുക. അപ്പോൾ ഇവിടെ സിംഗിൾ ക്രോഷ്യ ആയില്ലേ, പിന്നെ 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയി. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അത് അവിടെ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു റൗണ്ടും കൂടി ഈ കളർ കൊണ്ട് തന്നെ ചെയ്തെടുക്കണം. അടുത്ത വേറെ കളർ ചെയ്തെടുക്കുക. 2 ചെയ്ത് പിന്നെ 2 ചെയിൻ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ 3 ഡബിൾ ക്രോഷ്യകളുള്ളത്, അതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ അതേമാതിരി വന്നു കണ്ടോ. ഇനി അടുത്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 3 ചെയിനായിരുന്നു അതിലിട്ടിരുന്നത്. അടുത്ത ചെയ്യുന്ന സമയത്ത് 3 ചെയിന് വേണ്ട, 2 ചെയിൻ ഇട്ടാൽ മതി. 2 ചെയിൻ ഇട്ടിട്ട് ഇതവിടെ അതിൻ്റെ 3 ഡബിൾ ക്രോഷ്യയിൽ ഒന്ന് ഒഴിവാക്കിയിട്ട്, ആദ്യത്തെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഈ ഗ്യാപ്പിൻ്റെ അകത്തുനിന്ന് 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. പിന്നെ ഇവിടെ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ ഇട്ടിട്ട് പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് ഈ 3 എണ്ണത്തിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. രണ്ട് ചെയിന്. പിന്നെ ഇവിടെ ഇതേമാതിരി തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതുവരെ ചെയ്തെടുക്കണം, അതുവരെ തയ്ച്ചെടുക്കണം. ഇത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ ഈ കളർ കഴിഞ്ഞ് 2 ഇത് ഇത്രയും എന്തായി. ഇനിയിപ്പോൾ ഈ കളർ മാറ്റിയിട്ട് വേറെ കളർ എടുക്കുന്നത്. അപ്പോൾ അതവിടെ 2 സൈഡ് ഇത് കണ്ടിട്ട് ഇതേമാതിരി തയ്ച്ചെടുക്കുക. ഇവിടെ ക്ലോസ് ചെയ്യുക. അടുത്ത് ഇനി വേറെ വൈറ്റ് കളറുള്ള ഒരു ലൈറ്റ് കളറ്, ഒരു ഡാർക്ക്, ഒരു ലൈറ്റ്, ഒരു ഡാർക്ക് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റ് കൊടുക്കുക. ഈ വൈറ്റ് കളർ കൊടുക്കുക. ഈ വൈറ്റ് കളറാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 4 ഇതുണ്ടല്ലോ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ നൂലൊക്കെ അവസാനം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ 2 ചെയിൻ ഇടുമ്പോൾ ഇതേമാതിരി ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയി. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ആദ്യം ചെയ്ത മാതിരി തന്നെ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിനുണ്ട്
2 ചെയിൻ ഇടണേ. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇവിടെ അത് 4 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ. അപ്പം ഈ ഒന്ന് ഒഴിവാക്കി, ഈ അറ്റത്ത് ഒഴിവാക്കിയിട്ട് ഈ 3 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതേമാതിരി ഇതൊന്നും ഒഴിവാക്കി അടുത്ത 2 ചെയിൻ ഇട്ടാൽ മതി, എന്നാലേ വീതി കിട്ടുള്ളൂ. 2 ചെയിനില്ല, 2 ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി തന്നെ അതിൻ്റെ 4 എണ്ണത്തിൽ ആദ്യത്തെ ഒഴിവാക്കുക. അതിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ അകത്തുനിന്ന് 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യും. വീണ്ടും 2 ചെയിൻ ഇടുക. എന്നിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ അതായി 4 എണ്ണത്തിൻ്റെ അകത്ത് 3 എണ്ണം ചെയ്തെടുക്കുക. ഒന്ന് ഒഴിവാക്കുക. തീർന്നു പോയിരുന്നു, ജോയിൻ്റ് ആക്കി കൊടുത്താൽ ഞാൻ ജോയിൻ്റ് ആക്കുന്ന കെട്ടിടുക ചെയ്യുക. ഉള്ളിലേക്ക് വെച്ചെടുത്താൽ മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ 2 ചെയിൻ ഇടുക. ഇതിൻ്റെ മുകളിൽ നിന്ന് അതേമാതിരി ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതേമാതിരി തന്നെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തില്ല. അപ്പം ഇത് അതേമാതിരി വരും കാണാനായിട്ട്. കണ്ടോ, ഇവിടെ കണ്ടോ 4, പിന്നെ ഇത് 6ആയി, 8ആയി, ഇപ്പോൾ ഇവിടെ 10ആയി. കണ്ടോ, അതേമാതിരി ഇവിടെ അങ്ങനെ കൂട്ടി കൂട്ടി വരണം. എന്നാലാണ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ ചെയ്തെടുക്കുക. ഇതുവരെ ഞാൻ ചെയ്തെടുത്തു. കൊണ്ട് ഒരു റൗണ്ട് അപ്പം ഇതിനെ കൊണ്ട് ഇത് ഇത്ര നീളത്തിൽ 2 എണ്ണം ചെയ്തു. പിന്നെ ഇതിനെ കൊണ്ട് 2 വെച്ച്. ഇനി ഈ വെള്ളേനെ കൊണ്ട് 2 വൈറ്റ് കളറിനെ കൊണ്ട് 2 എണ്ണം കൂടെ ചെയ്താൽ ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേമാതിരി തന്നെ ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കുക. എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ അത് ഫസ്റ്റത്തെ അത് ഒഴിവാക്കണമല്ലോ. ഇവിടെ നമ്മൾ ജോയിൻ്റ് ആക്കിയല്ലോ. ജോയിൻ്റ് ആക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വെളുത്തേൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കണം. പിന്നെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഇവിടെ ജോയിൻ്റ് ആക്കി. പിന്നെ 2 ചെയിൻ ഇടും. 2 ചെയിൻ ഇടുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ അതവിടെ അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നെ ആദ്യം ചെയ്തതുമാതിരി തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഈ ചെയിനിൻ്റെ ഉള്ളിൽ ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ 2 ചെയിൻ ഇടുക. പിന്നെ 2 ഡബിൾ ക്രോഷ്യ. പിന്നെ ഇതാ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ. 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൻ്റെ അകത്ത് 4 എണ്ണം ചെയ്താൽ അപ്പോൾ 1 ചെയ്തു. ഈ 3 എണ്ണം കൂടെ ചെയ്തു.
അപ്പോൾ അതേമാതിരി വരുന്നുണ്ട്. അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത് 2 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ഉണ്ട് ഇവിടെ. അതിൽ 1 ഒഴിവാക്കിയിട്ട് 4 എണ്ണത്തിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇവിടെ ചെയ്തതുമാതിരി തന്നെ ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ 5 എണ്ണം വെച്ച് ചെയ്തെടുത്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നാൽ ഈ നെക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്കിൻ്റെ ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.